സ്വാഭാവികമായിട്ടും റഷ്യയും ചൈനയും അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെടരുത് എന്ന് ഇതിനു മുമ്പ് വ്യക്തമാക്കിയിരുന്നു. എങ്കിലും ഇസ്രായേൽ ജൂൺ മാസം 13 യുദ്ധം ആരംഭിച്ച നിലയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രൂപത്തിലാണ് സംഘർഷം മുന്നോട്ട് പോകുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർത്തു എന്നാണ് ഇസ്രായേലിന്റെ വാദം. സമാനമായ സ്ഥിതി ഇസ്രായേലിനും ഉണ്ടായിരിക്കുന്നു. ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ശക്തി നിർണായകമായി കുറഞ്ഞിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ആക്രമണം ആരംഭിച്ചതിന് ശേഷം 10 മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചത്. അത് 10ഉം ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. ജെറുസലേമിലും മിസൈൽ പതിച്ചതായി റിപ്പോർട്ടുണ്ട്. അമേരിക്ക ഇറാന്റെ 3 പ്രധാനപ്പെട്ട ഫർദോ, അതുപോലെ നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 പ്രധാനപ്പെട്ട യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ് ആക്രമണം നടത്തിയത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ വ്യോമാക്രമണങ്ങളിലൂടെ വളരെ ഫലപ്രദമായി ഒരുപക്ഷെ തകർക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇസ്രായേലിന് വ്യോമ പ്രതിരോധം ഒരുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ ആൾനാശത്തിലേക്കായിരിക്കും പോവുക. ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ അത്ര എളുപ്പമല്ല. പക്ഷേ നിലവിൽ യുദ്ധത്തിന്റെ ഒരു ഗതി എടുത്ത് പരിശോധിച്ചാൽ ഇസ്രായേലിലെ ജെറുസലേം, ഹൈഫ, ടെലവീവ് അടക്കമുള്ള മഹാനഗരങ്ങളെല്ലാം തന്നെ ഇറാന്റെ നിരന്തരമായ മിസൈൽ ആക്രമണത്തിന്റെ നിഴലിലാണ്. അവർക്ക് കൃത്യതയോടുകൂടി അവിടെ മിസൈൽ പതിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്ക കൂടി ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങിയ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ മിസൈൽ ആക്രമണം കടുപ്പിക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേലിനാണ്. അതേസമയം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയും ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റുകളെയും മാത്രം ലക്ഷ്യം വെച്ച്, അതോടൊപ്പം സൈനിക കേന്ദ്രങ്ങളെയും മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കാനുള്ള സാധ്യത വിരളമാണല്ലോ. അതേസമയം ഇസ്രായേലിന്റെ ജനാധിവാസ കേന്ദ്രങ്ങളായിരിക്കും നിരന്തരമായി ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് വിധേയമാകുക. യഥാർത്ഥത്തിൽ അമേരിക്ക തന്ത്രപരമായി ചെയ്യേണ്ടത് ഇറാന്റെ വ്യോമ പ്രതിരോധ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി ഇസ്രായേലിന് സുരക്ഷിതത്വം ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനപ്പുറത്തേക്ക് നേരിട്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചതിൽ നിന്ന് ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങളെ നേരിടും എന്നതല്ലാതെ മറ്റ് എന്തെങ്കിലും അടിയന്തരമായ ഫലം അതുണ്ടാക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ മേഖലയിൽ പുതിയ അലയൻസ് ഉണ്ടാവുന്നു. അമേരിക്ക ആ മേഖലയിൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളോട് സഹകരിച്ചുകൊണ്ടാണ് ഇറാനെതിരെയുള്ള ആക്രമണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചൈനയും റഷ്യയും ഈ കാര്യത്തിൽ അവരുടെ മൗനം വെടിഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താനും കൂടി തീരുമാനിച്ചാൽ നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിലേക്കും പ്രവചനാതീതമായ അസ്ഥിരതയിലേക്കും പശ്ചിമേഷ്യ മാറും. അത് ലോകത്തെ മൊത്തത്തിൽ ബാധിക്കുകയും ചെയ്യും. ഇറാനെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരു അക്രമം നടക്കുകയാണ്. 2 വലിയ സൈനിക ശക്തികൾ ഒന്നിച്ചുള്ള ഒരു അക്രമമാണ്. അപ്പോൾ ഇറാൻ എങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഒത്തിരി നാളൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലല്ലോ. ഇറാൻ എത്ര കാലം വേണമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. കാരണം അവരുടെ കരസൈന്യം ഇൻപാക്റ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. 6 ലക്ഷം സൈനികരുള്ള ശക്തമായ ഒരു സൈന്യമാണത്. അതോടൊപ്പം അവരുടെ വരേണ്യ സൈനിക ദളമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഫോഴ്സ് അതും ശക്തമായി അവിടെ നിലനിൽക്കുന്നു. അയത്തുള്ള ഖുമൈനി ബന്ദറിലേക്ക് പോയ സാഹചര്യത്തിൽ അധികാരങ്ങളെല്ലാം IRGCക്കാണ് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ഇറാനിലുള്ള സൈനിക കേന്ദ്രങ്ങൾ, ഒരുപക്ഷെ അവരുടെ എണ്ണ ശുദ്ധീകരണശാലകൾ, ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ, പ്ലാന്റുകൾ, ടെഹ്റാനിലടക്കമുള്ള ന്യൂക്ലിയർ റിസർച്ച് സെന്ററുകൾ, ഇതൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ വ്യോമാക്രമണത്തിന് സാധിക്കും. പക്ഷെ ഇറാനെ പരാജയപ്പെടുത്തണമെങ്കിൽ കരസേന രംഗത്തിറങ്ങണം. അതിശക്തമായി അവരുടെ സൈന്യം അവിടെ നിൽക്കുമ്പോൾ ഇറാഖിലോ സിറിയയിലോ ചെയ്തതുപോലെ അവിടെ ഒരു ഭരണമാറ്റം, ഒരു അട്ടിമറി ഉണ്ടാക്കുക അസാധ്യമാണ്.
ഇറാനെ സൈനികമായി കീഴടക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 മില്യൺ സൈന്യത്തെയെങ്കിലും അമേരിക്കയ്ക്ക് അവിടെ ഇറക്കേണ്ടി വരും. അത് അസാധ്യമായ കാര്യമാണ്. അമേരിക്ക അത് ചെയ്യുകയുമില്ല. അപ്പോൾ ഇത് ദീർഘകാലം നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നയിക്കുക. പ്രധാനപ്പെട്ട സൈനിക ലക്ഷ്യം എന്ന നിലയ്ക്ക് ഇറാന്റെ ആണവ ശക്തിയെ നിർണായകമായി ദുർബലപ്പെടുത്തുവാനും അവരുടെ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കുവാനും അമേരിക്ക, ഇസ്രായേൽ ആക്രമണത്തിന് കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അതുപോലെയല്ല ആ രാജ്യത്തെ ശിഥിലീകരിക്കാനും അതിന്റെ അവിടെ ഒരു ഭരണമാറ്റമൊക്കെ കൊണ്ടുവരണമെങ്കിൽ വളരെ അതീവ ദുഷ്കരമായ കാര്യമാണ്. 1979 ഇസ്ലാമിക റവല്യൂഷൻ അത്രയധികം ദൃഢീകരിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ. മാത്രമല്ല ഇറാനിയൻ ഷിയായിസം അതിന് വലിയൊരു മിലിറ്റന്റ് പാരമ്പര്യങ്ങൾ, പെഷ്മർഗ പോലെയുള്ള സൈന്യങ്ങൾ, ഈ ടെൽവർ ഇമാമേറ്റിന്റെ ഭാഗമായിട്ടുള്ള സൈനിക ദളങ്ങൾ, ഇതെല്ലാം 1500 വർഷങ്ങളെങ്കിലുമായിട്ട് വളരെ സജീവമായി നിൽക്കുന്ന രാജ്യമാണ്. അവരുടെ രാജ്യത്തിന്റെ നാഷണൽ റിലീജിയൻ എന്ന നിലയിലാണ് അവിടുത്തെ ഷിയായിസവും ഷിയ ഇസ്ലാമികതയും ഒക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിക വിപ്ലവ ദേശീയതയാൽ ഐക്യപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യം, അവിടെ കരസൈന്യം അവിടെ ഇൻടാക്റ്റായി നിൽക്കുകയാണ്. അവിടെ ഒരു ഭരണമാറ്റമോ ആ രാജ്യത്ത് കടന്നു കയറി അതിനെ കീഴടക്കുക എന്നുള്ളതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ വിശാലമായ ഒരു രാജ്യമാണ്. അതിന്റെ ടെറൈറ്റ് പ്രത്യേകത കൊണ്ട് ഒക്കെ അവിടെ സൈനികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോഴും ഇറാനും മാത്രമല്ല ഇറാന്റെ പ്രോക്സികൾക്ക് കൂടി ഇസ്രായേലിനെയും അതുപോലെ പാശ്ചാത്യ സൈനിക ലക്ഷ്യങ്ങളെയും ആക്രമിക്കാനുള്ള ശേഷിയുമുണ്ട് എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.